മണിപ്പൂർ മുഖ്യമന്ത്രി യുംനാം ഖേംചന്ദ് സിംഗിന്റെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ആരായിരുന്നു പ്രതിഷേധത്തിന് പിന്നിൽ? ഇപ്പോൾ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ടോ? ദിൽന, ക്രിസ്റ്റീന, നിലവിൽ പ്രതിഷേധം ശാന്തമായിട്ടുണ്ട്, പ്രതിഷേധം അടങ്ങിയിട്ടുണ്ട്. കൊക്കോമി എന്ന് പറയുന്ന സംഘടന, അതായത് കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റഗ്രിറ്റി എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇംഫാലിലെ തന്നെ 7 ഇടങ്ങളിൽ നിന്നും ആരംഭിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് എത്തുന്നതിന് കുറച്ച് കിലോമീറ്ററുകൾ മുന്നിൽ വെച്ച് പോലീസുകാർ ഈ പ്രതിഷേധക്കാരെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. മാത്രമല്ല, പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി അവർ ടിയർ ഗ്യാസും പ്രയോഗിച്ചു. അതിനിടയിലുണ്ടായ സംഘർഷത്തിൽ ചില പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എന്നാൽ ഈ സംഘർഷത്തിന് ശേഷം ഏതാനും ആളുകളെ, ഈ കൊക്കോമി എന്ന് പറയുന്ന സംഘടനയിലെ 10ഓളം ആളുകളെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഒരു മെമ്മോറാണ്ടം അവിടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും മണിപ്പൂരിൽ എന്നേക്കുമായി സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു ബോംബ് സ്ഫോടനത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചതും ഈ പ്രതിഷേധങ്ങൾ വീണ്ടും മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെടാൻ കാരണമായിട്ടുണ്ട്. ആ ഒരു മരണത്തിലടക്കം, ആ ഒരു സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം അടക്കം വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ വലിയ തോതിൽ ഈ കൊക്കോമി എന്ന് പറയുന്ന സംഘടന പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചത്. എന്തായാലും ഈ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, വിഷ്ണുപൂർ ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മെമ്മോറാണ്ടം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രതിഷേധക്കാർ ഒരു വിജയമായി എടുത്തു പറയുന്നത്. അടുത്ത ദിവസങ്ങളിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഈ കൊക്കോമി എന്ന് പറയുന്ന സംഘടന പറയുന്നുണ്ട്. ജില്ലാ കൃഷിയാണ്. ശരി, മണിപ്പൂർ വീണ്ടും അശാന്തമാവുകയാണ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. എന്നാലും മെമ്മോറാണ്ടം സമർപ്പിക്കാനായി എന്ന ഒരു ആശ്വാസം പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.